നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മനോഹരേട്ടാ, നല്ല വിഷമമുണ്ട് ഈ കിടപ്പ് കാണുമ്പോ. ഒരു തരത്തില് ഇതിന് ഞാനും ഒരു കാരണക്കാരിയാണല്ലോ. സിദ്ധുവിന്റെയും ദേവികയുടെയും കല്യാണം നടത്താൻ ഞാൻ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. മാപ്പ്, എന്നോട് ക്ഷമിക്കണം. ഈ മുറിയിൽ നിനക്കെന്താടി കാര്യം? അഭയാർത്ഥിയായിട്ട് താമസിക്കാൻ വന്നവള് ക്ഷണിച്ചവരുടെ കൂടെ കഴിഞ്ഞോളണം, അല്ലാതെ ഇവിടേക്കെങ്ങാനും വന്ന് കേറിയാലുണ്ടല്ലോ. ഞാൻ മനോഹരേട്ടനെ കാണാൻ വന്നതാ. ആ ഏട്ടനോ? ആരുടെ ഏട്ടൻ? എന്റെ മോൻ ഇങ്ങനെ ഒരു സഹോദരിയുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. എന്താ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ അമ്മയുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഇവിടെ വന്നത് തന്നെയാ നീ ചെയ്ത തെറ്റ്. അല്പമെങ്കിലും അഭിമാനമുള്ളവളാണെങ്കിൽ വന്നപ്പോ തന്നെ അങ്ങ് ഇറങ്ങിപ്പോയനെ. അതെങ്ങനെയാ? താങ്ങി നിർത്താൻ ആളുണ്ടല്ലോ. ദേവിക ഒരു പാവമല്ലേ അമ്മേ? പാവം? അവള് പാവമാണോ പാവയ്ക്കാണോന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കൊടും വിഷം. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ. ദേവികയെ പറഞ്ഞ ദൈവം പോലും സഹിക്കില്ല. നിങ്ങൾക്ക് അവള് വലുതായിരിക്കും, പൂജിച്ചോ. ഞങ്ങളെ അതിന് പ്രതീക്ഷിക്കരുത്. എന്റെ ശത്രു അവള്, ഈ വീട്ടിലുള്ളവരുടെ മുഴുവൻ ശത്രു. എന്നെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ മതിയെന്ന്. അമ്മേ, അമ്മയെങ്കിലും ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോടെ കേക്ക്. ഞങ്ങൾക്കൊന്നും അറിയണമെന്നില്ല, അറിഞ്ഞെടുത്തോളം മതി. തൃപ്തിയായി, സമാധാനായി. ഒന്ന് ഇറങ്ങി തരുമോ? മനോഹരേട്ടന് മരുന്ന് കൊടുക്കാൻ സമയമായി. സിദ്ധു ചേച്ചി എവിടെ? അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സിദ്ധു, മോനെ സിദ്ധു, മോനെ വാ, നമുക്ക് പോവാം. അമൃതേട്ടൻ വീട്ടിലുണ്ട്. അവരെ വീട്ടിലാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവളെവിടെ? ആ ചന്ദ്ര ചേച്ചി, അതൊക്കെ നമുക്ക് സംസാരിക്കാം. അവൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ആ വിഷയം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. അതിനു പറ്റിയ സ്ഥലമല്ലേ ഇത്? അത് ശരിയാ, വൃത്തികേടുകൾ സംസാരിക്കാൻ പറ്റിയ സ്ഥലം അല്ലിത്. വക്കീലിന്റെ ഭാര്യ ഒരുത്തന്റെ ഒപ്പം ഭയങ്കര കറക്കമാണല്ലോ. അതിന് വക്കീലിന് പരാതിയൊന്നുമില്ലേ? പരാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളൂ. നീ അതിൽ ഇടപെടണ്ട. നാണക്കേടാ, ആ പോക്ക് അത്ര ശരിയല്ല. ഓ, നീ എല്ലാം തികഞ്ഞവനാണല്ലോ, സദാചാരത്തിന്റെ കാവൽക്കാരൻ. ഇവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ കൂടെ നടക്കുന്നു, ഭർത്താവ് വേറൊരുത്തിയും കൂട്ടി നടക്കുന്നു. കഷ്ടം. എന്തറിഞ്ഞിട്ട് അമ്മയെ സംസാരിക്കുന്നേ? ചരിത്രം മുഴുവൻ അമ്മയ്ക്ക് അറിയാവുന്നല്ലേ? ഞാനും സിദ്ധുവും തമ്മിൽ ഒന്നിച്ച് സഞ്ചരിക്കാറുണ്ട്. അത് അത്ര വലിയ പാപമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവനിവിടെ താമസിക്കുന്നോ? അതിനെ എന്താ അമ്മ പറയുന്നത്? ഞാനേ ഭാവിയിലൂടെ മരുമോനാവണ്ടാനാ. ഓ, ആയത് തന്നെ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴേ സ്വന്തം ഭാഗം ക്ലിയർ ആണെന്നുകൂടി ആലോചിക്കണം. ദേവികയെ മതി പറഞ്ഞത്.
ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാം. മനോഹരേട്ടൻ ഉറങ്ങുക, ഇപ്പൊ കാണാൻ പറ്റില്ല.